ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മുട്ട ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ഈ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളൊരു നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് മുട്ടയും ഈ മഞ്ഞൾപ്പൊടിയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. മുട്ട പൊരിക്കുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ അതിൽ കൊളസ്ട്രോള്, അതേപോലെ കഫക്കെട്ട് ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഈ മുട്ടയിൽ ഏതെങ്കിലും വിധത്തിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ അല്പം മഞ്ഞൾ ചേർക്കുന്നത് അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനുള്ള ഒരു മികച്ച വഴിയാണ് ഇതും മുട്ടയും ചേരുന്ന കോമ്പിനേഷന്. പിന്നെ അതുകൂടാതെ മസിലുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ തീർക്കാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. മുട്ട മഞ്ഞ ശരീരത്തിൽ കൊളസ്ട്രോൾ വരുത്തുമെന്ന് പൊതുവേ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ കൂടി നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്. മഞ്ഞൾ ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നായതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇത് പല അസുഖങ്ങൾക്കുമുള്ള ഒരു സ്വാഭാവിക മരുന്നാണ്. ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും തടഞ്ഞു നിർത്താൻ ഇതിന് സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്കുണ്ടാകുന്ന കേടുപാടുകളൊക്കെ തീർക്കാനായിട്ട് ഈ മഞ്ഞൾ ഏറെ ഗുണകരമാണ്. അത് മുട്ടയുടെ കൂടെയുള്ള കോമ്പിനേഷൻ അത് ഒരുപാട് ഗുണമുള്ളൊരു സംഭവമാണ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണതുകൊണ്ട് ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി നൽകി അതുകൂടാതെ അണുബാധ തടഞ്ഞു നിർത്തുന്നതാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് ഈ രണ്ട് കോമ്പിനേഷൻ. തലച്ചോറിലെ കോശങ്ങളെ ആരോഗ്യകരമാക്കിയിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും ഇതുവഴി ഹൃദയാരോഗ്യത്തിനും ഉത്തമമായ ഒന്നാണ് മുട്ടയും മഞ്ഞളും. ഇവ ചേർന്ന് ഈ ഗുണമുണ്ടാകുന്നതാണ്. ഇത് ധമനികളുടെ തടസ്സങ്ങൾ നീക്കാനും പിന്നെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിക്കാനും ഉപകാരപ്രദമാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കില്ല, ചിലപ്പോൾ മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കൊളസ്ട്രോളിന് കാരണമായിട്ടുള്ള ഈ മുട്ട മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ ഈ മഞ്ഞൾ നോർമലി കുറയ്ക്കുന്നതാണ്. മഞ്ഞൾ എല്ലാ ഭക്ഷണങ്ങളിലും ചേർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറെ ആരോഗ്യ ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പല അസുഖങ്ങൾക്കും ഉള്ളൊരു പ്രതിരോധ ശേഷി തരുന്ന ഒരു മരുന്നാണ്. ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും തടഞ്ഞു നിർത്താൻ ഇതിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അണുക്കളെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള കൊണ്ടാണ് നമ്മൾ കോളിഫ്ലവറൊക്കെ ഉപയോഗിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ഈ മുട്ട പൊരിക്കുമ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. കൊഴുപ്പ് നീക്കും ഈ കുരുമുളകിൻ്റെ പൊടി. അതേപോലെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ചിട്ട് അപചക്ര പ്രക്രിയ എളുപ്പമാക്കി തീർക്കുന്നതാണ്. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴുള്ള ഗുണങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീട്ടുവൈദ്യത്തിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീട്ടുവൈദ്യമായിട്ട് ഇനി അടുത്ത ആഴ്ച കാണുന്നതാണ്. അതുവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.